This call is now being. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ വനിതകൾ പദവി മാതൃക സന്ദേശം എന്ന ഓൺലൈൻ വർക്ക്ഷോപ്പിന്റെ 7ാമത്തെ സെഷനാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. സബയിലെ രാജ്ഞി, ആരാധനയും അധികാരവും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ഡോക്ടർ സൈഫുദ്ദീൻ സാറെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ വനിതകൾ, അവരുടെ മഹത്വം, സന്ദേശം, അവരുടെ പദവി എന്നീ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള വർക്ക്ഷോപ്പിലെ സുപ്രധാനമായ ഒരു ഭാഗമാണ് ഖുർആൻ പരാമർശിച്ച സബയിലെ രാജ്ഞിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തോടും അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തോടുമെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമാണ്. എന്നാൽ പോലും ബിൽഖീസ് രാജ്ഞിയുടെ ഒരു പ്രത്യേക പരാമർശം ഉണ്ടാകുന്നത് അത് എത്രത്തോളം നമ്മളുടെ ഒരു മുസ്ലിം സമൂഹത്തിലെ വനിതകളുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള ചിന്തകളെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പ്രത്യേകം വനിതകളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അവരുടെ പൊതു ഇടങ്ങളിലെ അവരുടെ പ്രാതിനിധ്യം, അതുപോലെ തന്നെ അവരുടെ ഏജൻസി, അവരുടെ യോഗ്യതകൾ, പൊതു ഇടങ്ങളിലുള്ള അവരുടെ ഇടപാടുകൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം ഇപ്പോഴും മുസ്ലിം സമൂഹം ഒരുപാട് സംശയത്തിലാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ സ്ത്രീകളെ പരാമർശിക്കുന്ന ഭാഗത്തെല്ലാം വളരെ ശക്തിമതികളായ, വളരെ പ്രഗത്ഭരായ, ഈമാൻ കൊണ്ടും അവരുടെ തീരുമാനങ്ങൾ കൊണ്ടും അവരുടെ ഏജൻസിയുടെ കൈകർത്തൃത്വം കൊണ്ടുമെല്ലാം വളരെ സവിശേഷമായ രീതിയിലാണ് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. നമ്മൾ മുമ്പ് സംസാരിച്ച എല്ലാ മഹദികളും, അത് പ്രവാചകന്മാരുടെ ഭാര്യമാരാവട്ടെ അല്ലാത്തവരാവട്ടെ, എല്ലാവർക്കും അവരുടേതായ ഒരു പ്രത്യേക സ്ഥാനം പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇവിടെയും ഒരു മുസ്ലിം അല്ലാത്ത ഒരു സ്ത്രീയുടെ പ്രത്യേകത വിശദീകരിച്ചുകൊണ്ട് അവരുടെ സ്വഭാവത്തിലെ, അവരുടെ വർത്തമാനത്തിലെ ഓരോ വളരെ സൂക്ഷ്മ തലങ്ങളിലേക്ക് വിശദീകരണം പറയുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിൽഖീസ് രാജ്ഞിയുടെ പരാമർശം ഖുർആനിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ രസകരമായി തന്നെ, അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായി തന്നെ ഈ കാര്യം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. നമുക്കത് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് സൂറത്ത് നംലിലാണ് ഈ ചർച്ചകളുള്ളത്. സൂറത്ത് നംലിലെ ഏകദേശം ഇവരുടെ ഒരു പരാമർശം വരുന്നത് 23-ാമത്തെ ആയത്ത് മുതലാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്ന ഹുദ്ഹുദ് എന്ന് പറയുന്ന ഒരു പക്ഷിയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു പരാമർശത്തിലൂടെയാണ് ചർച്ച പോകുന്നത്. അത് 20 ആയത്തുകളിലൊക്കെ നമുക്കത് കാണാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഹുദ്ഹുദ് പക്ഷിയെ അന്വേഷിക്കുമ്പോൾ അവർ കാണുന്നില്ല എന്നും, അപ്പോൾ അത് ആ പക്ഷി പിന്നെ പറന്നു വരുന്നു, ഞാൻ ഇങ്ങനെ ഒരു ഭാഗത്ത് ഒരാളെ കണ്ടു എന്ന് പറയുന്ന ഒരു വിശദീകരണങ്ങളിലൂടെയാണ് ഈ ഒരു ബിൽഖീസ് എന്ന് പറയുന്ന രാജ്ഞിയുടെ പരാമർശമുള്ളത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, ബിൽഖീസ് എന്നുള്ള പേര് പരിശുദ്ധ ഖുർആനിലില്ല. നമ്മൾ മുമ്പ് പരാമർശിച്ചതുപോലെ ഒട്ടുമിക്ക സ്ത്രീകളുടെ പേരുകൾ പരാമർശിക്കുന്നില്ല. നമുക്കത് ഈ രീതിയിൽ തന്നെ ഖുർആനും ആ രീതിയിൽ തന്നെയാണ് സമീപിക്കുന്നത്. എന്നാൽ മുസ്ലിം ചരിത്രകാരന്മാർ റിപ്പോർട്ട് ചെയ്ത അവരുടെ കൃതികളുടെ പോകുമ്പോഴും ഹദീസുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളുടെ പോകുമ്പോഴും ഒക്കെയാണ് ബിൽഖീസ് എന്നുള്ള പേര് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പേര് പരാമർശിക്കുന്നില്ല. സൂറത്തുൽ നംലിലെ 23-ാമത്തെ ആയത്ത് മുതലാണ് ഈ ഒരു ചർച്ച വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ചർച്ചയിലൂടെ അവരുടെ ഒരു പ്രധാനപ്പെട്ട മൂല്യങ്ങൾ, യോഗ്യതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ സാന്നിധ്യം അള്ളാഹു പരാമർശിക്കണമെങ്കിൽ
അങ്ങനെയുള്ള ഒരു വളർച്ച സ്ത്രീകൾക്കും ഉണ്ടാവാം എന്ന് പറയുന്ന ഒരു ആശയം കൂടി നമുക്ക് ആലോചിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പൊതുവായ ഇടങ്ങളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിനും കൂടി ഒരു തെളിവായി മാറുന്നു എന്നുള്ളതും കൂടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരു കാര്യം, ഈ സൂറത്ത് അവതരിക്കുന്നത് മക്കയിലാണ്. മക്കക്കാരായ മുശ്രിക്കുകളുടെ കാഫറുകളുടെ നിലപാടുകളെ അവലോകനം ചെയ്തുകൊണ്ട് അവരെ പഠിപ്പിക്കുന്ന ഒരു ഭാഗത്താണ് മുൻകാല പ്രവാചകന്മാരെ, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പോലുള്ള പ്രവാചകന്മാരെയൊക്കെ പരാമർശിച്ചുകൊണ്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്. അതായത് എത്ര വലിയ അധികാരം ഉണ്ടാണെങ്കിൽ പോലും, ഷിർക്കിന്റെ ലോകത്താണ് ജീവിക്കുന്നതെങ്കിൽ പോലും സത്യം വെളിവായി കഴിഞ്ഞാൽ അത് സ്വീകരിക്കൽ അത് നിർബന്ധമായി മാറുന്നു. അങ്ങനെ സ്വീകരിച്ച മഹതിയായ ഒരു വനിതയുടെ കഥ വിശദീകരിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്കും ബാധകമാണ് എന്ന് പറയുന്ന തരത്തിലാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നംലിൽ ബിൽഖീസ് രാജ്ഞിയുടെ പരാമർശം നടത്തുന്നത്. സബ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത്, പ്രത്യേകിച്ച് ഇന്നത്തെ യമനിലെ, ദക്ഷിണ യമനിലെ ഒരു ഭാഗത്ത് പരന്നു കിടന്നിരുന്ന ഒരു വലിയ ഒരു സാമ്രാജ്യമായിരുന്നു, കിങ്ഡം ആയിരുന്നു എന്നൊക്കെയാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. BC 10-ാം നൂറ്റാണ്ടിന് മുമ്പ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് വിശദീകരിക്കുന്നത്. സുലൈമാൻ നബിയുടെ അതേ കാലഘട്ടത്തിലാണല്ലോ ഇതുള്ളതും. അതുകൊണ്ട് തന്നെ യമൻ വടക്ക് ഭാഗങ്ങളും അതുപോലെ തന്നെ ഉത്തരാഫ്രിക്കയിലെ ചില ഭാഗങ്ങളും അബിസീനിയ അടക്കമുള്ള ചില ഭാഗങ്ങളുടെ ഒക്കെയും ഇതിന്റെ കീഴിലുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ പ്രദേശത്തെ ഒരു രാജ്ഞിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ നംലിലെ 20 മുതൽ 44 വരെയുള്ള ആയത്തുകളിൽ ഇവരുടെ ചില വിശദീകരണങ്ങളൊക്കെയും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹുദ്ഹുദ് പക്ഷി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് വന്നെത്തുകയും അവരോട് പറയുന്ന വർത്തമാനം പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. അത് സൂറത്തുൽ നംലിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇനി വജത്തു ഇംറഅതൻ തംലികുഹും വഊതിയതു മിൻ കുല്ലി ഷൈഇൻ വലഹാ അർശുൻ അളീം. ഹുദ്ഹുദ് പക്ഷി, ആ ഹുദ്ഹുദ് അതായത് ആ പക്ഷി, ഹുദ്ഹുദ് എന്ന് പറയുന്നത് ഒരു പക്ഷി എന്നാണല്ലോ എന്റെ അർത്ഥം. ആ പക്ഷി വന്നിട്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്, ഞാനൊരു വനിതയെ കണ്ടു, അവരാണ് ആ ജനതയെ ഭരിക്കുന്നത്. ഊതിയത്തു മിൻ കുല്ലി ഷൈഇൻ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില പദപ്രയോഗങ്ങളാണ്. ആ നാട് ഭരിക്കുന്ന സ്ത്രീ ഒന്ന്. രണ്ടാമത്തത് ഊതിയത്തു മിൻ കുല്ലി ഷൈഇൻ, വാവ് ചേർത്തുകൊണ്ട് തന്നെയാണല്ലോ അള്ളാഹു പറയുന്നത്. രണ്ടാമത് പറയുന്നത് അവർക്ക് എല്ലാം സകലവിധ വിഭവങ്ങളും അവർക്ക് ലഭിച്ചിരിക്കുന്നു, അവരുടെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി എന്ന നിലയിൽ പറയുന്നതാണ്. മൂന്നാമത് വലഹ അർഷുൻ അളീം, അവർക്ക് വലിയ ഒരു സിംഹാസനം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഭരണത്തെ എടുത്ത് പറയുമ്പോൾ അവരുടെ ഭരണത്തെ മോശമായി ഈ ആയത്തുകൾ ചിത്രീകരിക്കുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവർക്ക് സകലവിധ അനുഗ്രഹങ്ങളും ലഭിച്ച ഒരു സ്ത്രീ ആയിട്ടാണ്. മൗലാന മൗദൂദി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തഫീമുൽ ഖുർആൻ പറയുന്നുണ്ട്, അവരുടെ അന്നത്തെ ആ സഭയുടെ ഒരു വളർച്ച. ഷെയർ ചെയ്തിട്ടില്ലല്ലോ, ഉണ്ടോ? ഹലോ, ഈ പ്രസന്റേഷൻ ഉണ്ടോ? ഷെയർ ചെയ്തിട്ടില്ലല്ലോ. പ്രസന്റേഷൻ ഷെയർ ചെയ്തിട്ടില്ല അല്ലേ? മറന്നു. കാണാമോ? കാണാം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഈ സ്ത്രീയുടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നു. ഒന്നാമത് ആ ഹുദ്ഹുദ് പറയുന്നത് ഇനി വജത്ത് ഇംറഅതൻ തംലികുഹും, അവരെ ഭരിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ളതാണ്. അതായത് രാജ്ഞിയായ ഒരു സ്ത്രീയുടെ സവിശേഷത, ഭരിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിലാണ്. അവിടെ ഒരു നെഗറ്റീവായ മോശമായ ഒരു വർത്തമാനം, സ്ത്രീയുടെ ഭരണാധിപത്യത്തെ ചിത്രീകരിക്കുന്ന ഒരു പദവും അള്ളാഹു ഇവിടെ ഉപയോഗിക്കുന്നില്ല. രണ്ടാമത് അത് മാത്രമല്ല, ഭരിക്കുന്നത് മാത്രമല്ല, ഊതിയതു മിൻ കുല്ലി ഷൈഇൻ, അവർക്ക് സകലവിധ വിഭവങ്ങളും എല്ലാ കാര്യങ്ങളും ലഭിക്കപ്പെട്ടവരാണ്, അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് രണ്ടാമത്തെ ഗുണം പറയുന്നത്. മൂന്നാമത് പറയുന്നത് വലഹ അർഷുൻ അളീം, ആ 23-ാമത്തെ ആയത്തിൽ, സൂറത്തുൽ നംലിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത് അവർക്ക് വലിയ ഒരു സിംഹാസനമുണ്ട്. നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, സിംഹാസനം എന്ന് പറയുന്നത് മുൻകാലഘട്ടങ്ങളിൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ അതോറിറ്റിയുടെയും അല്ലെങ്കിൽ അവരുടെ ഒരു സൊവേണിറ്റിയുടെ ഒരു ആധിപത്യത്തിന്റെ ഒരു അടയാളം എന്ന നിലയിലാണ്. അപ്പോൾ ആ ഒരു വർത്തമാനം പറയുമ്പോഴും ഇവിടെ ഒരു ജെൻഡറുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളോ
അല്ലെങ്കിൽ മോശമായ ഭരിക്കുന്നത് ശരിയല്ല എന്നതിലൊരു മൊറാലിറ്റി, ഒരു ആ തരത്തിലൊരു വർത്തമാനങ്ങൾ പോലും ഇവിടെ പറയുന്നില്ല. പകരം ആ സ്ത്രീയെ, അവരുടെ ഭരണത്തെ, അവരുടെ കയ്യിലുള്ള സൗഭാഗ്യങ്ങളെ അള്ളാഹു എണ്ണി പറയുന്ന, വർണ്ണിക്കുന്ന ആയത്തുകളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പക്ഷെ അതേസമയം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആ ഹുദൂദ് പറയുന്നത് തുടർന്ന് പറയുന്നുണ്ട്. എന്താണ് അവരുടെ കുഴപ്പമായി പറയുന്നത്? അവരുടെ കുഴപ്പമായി പറയുന്നത് വജത്തുഹാ വ ഖൗമഹാ യസ്ജുദൂന ലിശംസി മിൻ ദൂനില്ലാഹ്. അവരും അവരുടെ ജനവും അള്ളാഹുവിന് പകരം സൂര്യനെ പ്രണാമിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതായത് സൂര്യാരാധകരാണ് ആ രാജ്ഞിയും അവിടുത്തെ നാട്ടുകാരും എന്നതാണ് പറയുന്നത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അതിന് ശേഷം വിശദീകരിച്ച് പറയുന്നത് വസയ്യന ലഹും ശൈത്താന അമാലഹും, ചെകുത്താൻ അവരുടെ കർമ്മങ്ങൾ ആകർഷകമാക്കിയിരിക്കുന്നു. ഫസദ്ദഹു മൻ സബീലി അനിസ് സബീൽ, അവൻ അവരെ അതുകൊണ്ട് തന്നെ നേർവഴിയിൽ നിന്ന് തടഞ്ഞിരിക്കുകയാണ്. ഫഹും ലാ യഹ്തദൂൻ, അതിനാൽ അവർ സന്മാർഗം പ്രാപിക്കുന്നില്ല. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് അല്ലാ യസ്ജുദു ലില്ലാഹില്ലദീ യുഖ്റജു അൽ ഖബാ ഫിസ് സമാവാതി വൽ അർദി ബിഅലമു മാ തഖ്ഫൂന വമാ തുഅ്ലിനൂൻ. അതായത് എന്താണ് അവരുടെ അവസ്ഥ എന്ന് പറയാണ്. വാനലോകത്തും ഭൂമിയിലും മറഞ്ഞു കിടക്കുന്ന വസ്തുക്കൾക്കും പുറത്തു കൊണ്ടുവരുന്നവനും നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും വെളിപ്പെടുത്തുന്നതുമായ സകല സന്തതികളും അറിയുന്നവനുമായ അള്ളാഹുവിനെ അവർ സുജൂദ് ചെയ്യുന്നില്ല, പ്രണമിക്കുന്നില്ല എന്നാണ്. എന്നിട്ട് അതിനുശേഷം പറയുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അലീം, അള്ളാഹു ആവട്ടെ, അവനല്ലാതെ ആരാധനയ്ക്ക് അർഹനായിട്ട് ആരും വേറെ ആരുമില്ല, അവന് മഹത്തായ സിംഹാസനത്തിന് ഉടമയാവുന്നു. കാരണം നേരത്തെ ബിൽഖീസ് രാജ്ഞിയുടെ മഹത്വത്തെ പറയുമ്പോൾ വലഹ അർഷുൻ അലീം എന്ന് പറയുമ്പോൾ, ആ ഒരു വലിയൊരു അർഷുണ്ട്, സിംഹാസനം ഉണ്ടെന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 26-ാമത്തെ ആയത്തിൽ പറയുന്നത് അതിനേക്കാളും വലിയ അർഷുൽ അലീം, ആ സിംഹാസനത്തിന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അള്ളാഹുവിന്റെ അടിയാളാണ് രാജ്ഞി എന്ന രീതിയിലുള്ള പരാമർശം അള്ളാഹു ആ സൂറത്തിൽ തുടർന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം എന്താണ് ചെയ്യുന്നത്? ഒരു പ്രവാചകൻ എന്ന നിലയിലും പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ആളാണല്ലോ സുലൈമാൻ നബി അലൈഹിസ്സലാം. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ആ ഒരു രാജാവുമാണ്. രാജാവായ പ്രവാചകന്മാരായി പരിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനമായും പേരെടുത്ത് പറയുന്നത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെയും അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെയുമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ രാജാധിപത്യത്തെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാം. അദ്ദേഹം മന്ത്രിയായിരുന്നു എന്നോ അല്ലെങ്കിൽ ചിലർ പറയുന്ന രാജാവായിരുന്നു എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ നേരിട്ട് പരാമർശിക്കുന്ന രണ്ട് പ്രവാചകന്മാർ, നബിമാർ, ദാവൂദ് നബി അലൈഹി ഇസ്ലാമും മകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമുമാണ്. അപ്പോൾ ഒരു ദഅവത്ത് ദൗത്യമായ ഒരു രാജാവായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പിന്നീട് എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ഒരു കത്ത് അയച്ചു കൊടുക്കുന്നു. ആ കത്ത് കൊടുത്തിട്ട് പറയുന്നു ഇദ്ഹബ് ബി കിതാബി ഹാദാ ഫഅൽഖി ഇലൈഹിം, എന്റെ ഈ എഴുത്ത് കൊണ്ടുപോയി അവർക്ക് ഇട്ടുകൊടുക്കുക. സുമ്മ തവല്ല അൻഹും, എന്നിട്ട് അനന്തരം മാറി നിന്നിട്ട് ഫൻദുർ മാദാ യർജിഊൻ, അവരെന്ത് പ്രതികരിക്കുന്നു എന്ന് നോക്കുക എന്ന് ഈ ഹുദ്ഹുദിനോട് അള്ളാഹു സുലൈമാൻ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ കത്ത് കിട്ടുകയും പിന്നീട് എന്താണ് ബിൽഖീസ് ചെയ്യുന്നത്, ആ ചെയ്യുന്ന പ്രവർത്തനത്തെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹ് ഇവിടെ പറയുന്നത് ഖാലത്ത്, ഈ കത്ത് കിട്ടുന്നതോടുകൂടി ആ കത്തിനെ അവർ തന്നെ വായിക്കുന്നു എന്ന രീതിയിലാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. യാ അയ്യുഹൽ മലഅ്, മലഅ് എന്ന പ്രയോഗം എന്ന് പറഞ്ഞാൽ പ്രമാണിമാരാണ്. അതായത് അവരുടെ ദർബാറിലെ പ്രധാന നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള പദപ്രയോഗമാണ് മലഅ്. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട്, പ്രമാണിമാർഗം നേതാക്കന്മാരെ എന്ന രീതിയിൽ വിളിച്ചുകൊണ്ട് ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം, എന്നിലേക്ക് ഇതാ ഗൗരവമേറിയ ഒരു സന്ദേശം എറിയപ്പെട്ടിരിക്കുന്നു. ഇന്നഹു മിൻ സുലൈമാൻ, ഇത് സുലൈമാനിൽ നിന്നുള്ളതാണ്. ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എന്നിട്ട് പരമദയാലുവും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിച്ചിട്ടുള്ളതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ കിതാബ് അവിടെ വായിക്കുന്നു. ആ ലെറ്ററിലുള്ളത് അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ, അതിന്റെ ഉള്ളടക്കം ഇതെന്ന രീതിയിൽ അവർ വായിക്കുന്നുണ്ട്. എന്നോട് നിങ്ങൾ ധിക്കാരം പ്രവർത്തിക്കരുത്, മുസ്ലിങ്ങളായി എന്റെ സന്നിധിയിൽ നിങ്ങൾ ഹാജരാവണം. അതായത് ദഅവത്ത്, ഒരു രാജാവ് എന്ന രീതിയിലാകുമ്പോൾ രാജാധിപത്യത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു രീതി ഈ പ്രബോധന ദൗത്യത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ
സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു അപ്പർ ഹാൻഡ് ചർച്ചയിൽ നമുക്ക് കാണാം. ആ ഒരു സ്വഭാവത്തിലുള്ള കത്തിനോട് പോലും എങ്ങനെയാണ് ഈ ബിൽഖീസ് രാജ്ഞി പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതായത് വളരെ ഖണ്ഡിതമായ വർത്തമാനങ്ങളിലൂടെയാണല്ലോ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കത്തയക്കുന്നത്. ആ കത്തിൽ എന്നോട് ധിക്കാരം പ്രവർത്തിക്കരുത്, അതിന്റെ കൂടെ തന്നെ മുസ്ലിങ്ങളായി എന്റെ അടുത്തേക്ക് വരണം, ഇസ്ലാം സ്വീകരിക്കണം എന്ന രീതിയിലുള്ള ഒരു കത്ത് അവിടെ വരുമ്പോൾ ആ കത്തിനോട്, ആ ഒരു ഹാർഷായ ലാംഗ്വേജ് എന്ന് തോന്നിക്കാവുന്ന തരത്തിലുള്ള ഈ കത്തിനോട് എങ്ങനെയാണ് ഇവിടെ ബിൽഖീസ് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് അടുത്ത ആയത്തുകളിൽ കാണാം. അവിടെ ബിൽഖീസ് പറയുന്നത്, ബിൽഖീസിന്റെ സ്വഭാവങ്ങൾ നമുക്ക് അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് ആ ഒരു കത്ത് വരുന്നതോടുകൂടി, അത്രയും ഒരു ഭാഷയിലുള്ള കത്ത് വരുമ്പോൾ ഇതെങ്ങനെയാണ്, അതിനോട് വളരെ ക്ഷുഭിതയായി പ്രതികരിക്കണമോ, അതല്ല ആ നാട്ടിലെ വലിയ രാജ്ഞിയായ ഒരു സ്ത്രീ എന്ന നിലയിൽ അധികാര ഗർവ് കാണിച്ചുകൊണ്ട് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് എടുക്കണമോ, അത് എന്നൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ വളരെ സുന്ദരമായ, വളരെ ജനാധിപത്യപരമായ ആൾക്കാർ, തന്റെ മുമ്പിലുള്ള ആൾക്കാരെ വിളിച്ചിരുത്തിക്കൊണ്ട് അവരോട് ചർച്ച ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്ക് ഇവിടെ ബിൽഖീസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. അവിടെ ബിൽഖീസ് പറയുന്ന കാലത്ത് അവർ പറഞ്ഞു, യാ അയ്യുഹൽ മല, നേരത്തെ അവരെ തന്നെ മലനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ്, അഫ്തൂനി ഫി അംരി മാ കുന്തു ഖാതിഅതൻ അംറൻ ഹത്താ തഷ്ഹദൂൻ. അവർ പറയുന്നത്, അല്ലയോ ഈ മുഖ്യരെ, ഈ പ്രശ്നത്തിൽ എന്നെ നിങ്ങൾ ഉപദേശിക്കുവിൻ, ഞാൻ നിങ്ങൾ അറിയാതെ ഒരു കാര്യവും തീരുമാനിക്കാറില്ലല്ലോ. അതായത് ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്ന, ക്ഷുഭിതയാവാതെ തന്റെ മുമ്പിലുള്ള ഷൂറ അല്ലെങ്കിൽ കൂടിയാലോചന സമിതിയോട് സംസാരിക്കുന്ന ഒരു സ്ത്രീ എന്ന രീതിയിൽ അവരോട് ഒരു ഇമോഷണൽ ആവാതെ, ഇമ്പൾസിറ്റീവ് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാവുന്ന ഒരു സ്ത്രീയുടെ സ്വഭാവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൂറത്ത് എന്ന് പറയുന്നത് മക്കൻ മുശ്രിക്കുകളെ എങ്ങനെയാണ് ദീൻ പഠിക്കേണ്ടത്, മനസ്സിലാവേണ്ടത്, മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിലപാടെടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഭാഗത്താണെങ്കിലും ആ ഒരു മേഖലയിൽ പോലും ഇവിടെ രാജ്ഞിയുടെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതാണ് ഈ നമ്മുടെ ചർച്ചയിലെ പ്രധാനപ്പെട്ട പോയിന്റ്. അതിൽ നിന്നും നമുക്കും ഒരുപാട് ധാരാളം ആശയങ്ങൾ ലഭിക്കുന്നുണ്ട്. അവർ പറയുന്നത്, ഞാന് നിങ്ങളോട് സംസാരിക്കാതെ തന്നെ ഒരു തീരുമാനം എടുക്കുന്ന ആളല്ലല്ലോ എന്ന് അവരോട് പറയുന്നുണ്ട്. അപ്പോൾ തൊട്ടുടനെ തന്നെ കൂടി ആ സമിതിയിലുള്ള ആൾക്കാർ എന്താണ് പറയുന്നത്? അവർ പറഞ്ഞു, ഖാലു നഹ്നു ഉലു ഖുവ, നമ്മള് വളരെ പ്രബലരാണല്ലോ, ശക്തിയുള്ളവരാണോ, വളരെ പരാക്രമശാലികളാണല്ലോ നമ്മൾ. എന്നിട്ട് വൽ അംറു ഇലൈകി ഫൻദുരി മാദാ തഅ്മുരീൻ, എന്നിട്ട് ഇനി തീരുമാനം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്, എന്ത് കൽപ്പിക്കണമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചാലും എന്ന് അവരും പറയുന്നുണ്ട്. അതായത് ആദ്യമേ തന്നെ മറുപടി പറയുന്നത്, നമുക്ക് ശക്തി ഉണ്ടല്ലോ, നമുക്ക് തിരിച്ചടിക്കാനും പ്രതികരിക്കാനും ഉള്ള ഒരു പവറിന്റെ ഒരു സൂചന എന്ന നിലയിലാണ് ആൾക്കാർ മറുപടി പറയുന്നത്. എന്നാൽ ഈ ഒരു മറുപടി പറയുമ്പോൾ പോലും തിരിച്ച് എങ്ങനെയാണ് ബിൽഖീസ് രാജ്ഞി പ്രതികരിക്കുന്നത്? തൊട്ടടുത്ത കുറച്ചും കൂടി ക്ഷമ പാലിക്കുന്ന, വളരെ കണ്ണിങ്ങായി ഉത്തരം പറയുന്ന ഒരു സ്ത്രീയെ നമുക്ക് അടുത്ത ആയത്തിൽ കാണാം. അവര് അടുത്ത ആയത്തില് 34-ാമത്തെ ആയത്തിൽ പറയുന്നു, കാലത്ത് ഇന്നൽ മുലൂക ഇദാ ദഖലു ഖരിയതൻ, രാജാക്കന്മാർ ഒരു നാട്ടിൽ പ്രവേശിച്ചാൽ അഫ്സദൂഹ, അവർ അതിനെ മുഴുവനും നശിപ്പിച്ചു കളയുകയും വജഅലു ഐസത്ത അഹ്ലിഹ അതില്ല, അതിലെ അന്തസ്സുറ്റ പൗരന്മാരെ, നാട്ടുകാരെ നിന്ദിക്കുകയും ചെയ്യും. വകദാലിക യഫ്അലൂൻ, അങ്ങനെ തന്നെയാണ് അവർ ചെയ്യാറുള്ളത്. അപ്പൊ അതായത് ഈ യുദ്ധമല്ല, അതിനേക്കാളും അപ്പുറം പീസാണ്, ഡിപ്ലോമസിയാണ് പ്രാധാന്യമുള്ളത് എന്ന് പറയുന്ന ആ ഒരു നാട്ടിന്റെ ഭൗമരാഷ്ട്രീയവും അതുപോലെ തന്നെ പ്രതിസന്ധിയുടെയും അതിലൂടെ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളും നന്നായി അറിയുന്ന വളരെ വിവേകമതിയായ ഒരു സ്ത്രീയുടെ ചിത്രീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഭാഗമായിട്ടാണ് തൊട്ടടുത്ത ആയത്തിൽ അവർ പറയുന്നത്, ഒരു കാര്യം ചെയ്യാം, വഇന്നി മുർസിലതൻ ഇലൈഹിം ബിഹദിയത്തിൻ ഫനാദിറത്തുൻ ബിമാ യർജഉൽ മുർസലൂൻ, ഞാന് ആ ജനത്തിന് ഒരു കാഴ്ച, ഒരു ഹദിയ, സമ്മാനം കൊടുത്തയക്കാം, എന്നിട്ട് അവരെന്ത് മറുപടിയുമായിട്ടാണ് ഈ ദൂതന്മാർ മടങ്ങി വരുന്നതെന്ന് നോക്കാമെന്ന് 35-ാമത്തെ ആയത്തിൽ ഇവര് പറയുന്നത് അള്ളാഹു കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നീട് എന്താ സംഭവിക്കുന്നത്? അതേ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഒരു ചരിത്രം തിരിയാം. ഇവർ ഈ സമ്മാനം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അവരോട് ചോദിക്കുന്നുണ്ട്, കാല അതുമിദ്ദൂനനി ബിമാലിൻ ഫമാ ആതൈന അല്ലാഹു ഖൈറും മിമ്മാ ആതാകും
അതായത് നിങ്ങൾ എന്നെ സമ്പത്ത് കൊണ്ട് സഹായിച്ചു കളയുമെന്നാണോ വിചാരിക്കുകയാണോ? എന്നാൽ അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളത് നിങ്ങൾ നൽകിയിട്ടുള്ളതിനേക്കാൾ എത്രയോ വർദ്ധിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, പക്ഷെ നിങ്ങൾ സമ്മാനങ്ങൾ വളരെ മഹത്തരമായിട്ടാണ് കാണുന്നത്, അതായത് അതിനേക്കാളും വലിയ സമ്പത്തുള്ള ഒരാളാണ് ഞാൻ എന്ന് മറുപടി പറയുന്നു. എന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം അവരുടെ ഇർജിഇലൈഹിം, ഈ ആ ദൂതരോട് തന്നെ തിരിച്ച് നിങ്ങൾ അവരോട് പോയി പറയുക, എന്നിട്ട് ഞാനൊരു സൈന്യമായി വരുന്നു, നിങ്ങളത് മുമ്പ് കാണാത്ത ചെറുക്കാനാവാത്ത ഒരു പടയുമായിട്ടാണ് ഞാൻ വരുന്നത്, അങ്ങനെ നാട്ടിൽ നിന്നൊക്കെ ഞാൻ അവരെ പുറത്താക്കുന്ന രീതിയിലുള്ളൊരു ഭീഷണി സുലൈമാൻ നബി അലൈഹി സ്വലാം വരുമ്പോ അതിനുശേഷമാണ് ഈ അദ്ദേഹത്തിന്റെ സദസ്സിലുള്ള ആൾക്കാരുമായിട്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അതിന്റെ ഭാഗമായി ഈ ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം എടുത്തുകൊണ്ടുവരുന്ന ചർച്ചകളൊക്കെ ഉണ്ടാവുന്നത്. ആ ചർച്ചകളൊക്കെ ഉണ്ടാവുകയും അങ്ങനെ അതിന്റെ ഭാഗമായ ചർച്ചകൾ നടക്കുകയും അവസാനം ഇവിടെ ബിൽഖീസ് രാജ്ഞി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കാണുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അവരെങ്ങനെ അവിടെ എത്തുന്നതിന് മുമ്പ് സിംഹാസനം അവിടെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അതിന്റെ ഒരു പരീക്ഷണാർത്ഥം എന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത്. അതായത് എന്തിനാണ് ഇത് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാല് അവരെ എന്റെ അടുക്കൽ അവരെ അനുസരണയുള്ളവരായി സ്വയം എന്റെ അടുക്കൽ എത്തിച്ചേരുന്നതിന് മുമ്പ് അത് കൊണ്ടുവരാനാണ് പറയുന്നത്. അതായത് ഒരു പരീക്ഷണം എന്ന നിലയിലാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം അത് ചെയ്യുന്നത്. എന്താണെങ്കിലും ഇവിടെ ഈ ഒരു സംഭവം നടക്കുകയും അവിടെ ബിൽഖീസ് രാജ്ഞി അവിടെ എത്തുന്നതായിട്ടുള്ള പരാമർശമുള്ളത് 42-ാമത്തെ ആയത്തിലാണ്. ഫലമ്മ ജാഅത്, രാജ്ഞി വന്നെത്തിയപ്പോ ഖീല, ഈ സുലൈമാൻ നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചതാവാം, ഹാക്കദ അർഷുക്, നിങ്ങളുടെ സിംഹാസനം ഈ വിധത്തിലുള്ളതാണോ എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോ അവര് പറയുന്നത് കാലത്ത് അന്നഹു ഹുവ, ഇത് അതുപോലെ തന്നെ ഉണ്ടല്ലോ എന്ന രീതിയിലാണ് മറുപടി പറയുന്നത്. അതായത് ഇത് അതുപോലെ തന്നെ ഉണ്ട്, അതുപോലെ ഉള്ളതാണ് ഇത് എന്ന രീതിയിലാണ് മറുപടി പറയുന്നത്. എന്നിട്ട് അതിന് ശേഷം പറയുന്നത് മുസ്ലിമീൻ, മുമ്പേ തന്നെ ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നു, ഞങ്ങൾ അനുസരണയുള്ളവർ ആയി കഴിഞ്ഞു, അതായത് മുസ്ലിങ്ങളായി കഴിഞ്ഞു. അവിടെ തന്നെ ഇസ്ലാം പ്രഖ്യാപിക്കുന്ന ഒരു സീൻ നമുക്ക് അവിടെ കാണാം. സത്യം മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്ലാം പ്രഖ്യാപിക്കുന്ന ഒരു സ്ത്രീയായിട്ട് ഈ ആയത്തിൽ നമുക്ക് കാണാം. ഇവിടെ ചില പണ്ഡിതന്മാർ ഈ കാലത്ത് അന്നഹു ഹുവ എന്ന് പറയുന്ന പദപ്രയോഗത്തിന്റെ സവിശേഷതയെ വിശദീകരിക്കുന്നുണ്ട്. അവര് ഒറ്റയടിക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന ഉത്തരം അവര് അവിടെ പറയുന്നത്. പകരം കുറച്ചും കൂടി നോ എന്ന, അതായത് ഇതല്ല എന്നുമല്ല പറയുന്നത്, അതായത് വളരെ സൂക്ഷിച്ച് ആലോചിച്ചിട്ടുള്ള മറുപടി എന്ന രീതിയിലാണ് അവർ ഉത്തരം പറയുന്നത്. അതുകൊണ്ട് കാലത്ത് അന്നഹു ഹുവ, അതുപോലെയാണ് ഇത് എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ്. അതായത് വളരെ ഏത് രീതിയിൽ മറുപടി പറയണമെന്ന് നന്നായി അറിയുന്ന ഒരു അധികാരമുള്ള സ്ത്രീയുടെ ഒരു ഇമേജ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ കാണിക്കുന്നുണ്ട്. കാരണം ആലോചിച്ച് നോക്കുക, ഇതിൽ കാഫ് എന്ന് പറയുന്നത് പോലെ എന്ന് പറയുന്ന ഒരു അർത്ഥമുള്ള പദപ്രയോഗമാണല്ലോ. ഹുവ എന്ന് വെച്ചാൽ അത് എന്നുള്ളതാണ്, അതിനെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ അതിന്റെ ആ പദം ഉപയോഗിക്കുന്നതിലൂടെ അവർ ഉദ്ദേശിച്ചത് എന്താണ്? അവർ പറയുന്നത് ഇതിന്റെ ഫീച്ചറുകളൊക്കെ നോക്കുമ്പോൾ ഇത് എന്റെ തന്നെയാണ്, പക്ഷേ ഇവിടെ എത്തുന്ന ഇതിന്റെ സ്ഥലവും ഇതിന്റെ ടൈമും ഒക്കെ നോക്കുമ്പോൾ ഇത് എന്റേതല്ല. ആ രീതിയിലുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. അത്രത്തോളം ലോജിക്കലായ ഒരു മറുപടി പറയുന്ന ഒരു കഥാപാത്രം എന്ന നിലയിൽ നമുക്ക് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്വഭാവത്തെ വ്യക്തമാക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ ഒരു രീതി, തൊട്ടടുത്ത പരീക്ഷണം സുലൈമാൻ നബി അലൈഹി സ്വലാം അവർക്ക് കാണിക്കുന്നത് എന്താണ്? ഒരു ഗ്ലാസ് ഉള്ള വാട്ടർ താഴെയുള്ള ആ ഒരു സംവിധാനത്തിലൂടെയാണല്ലോ കൊണ്ടുപോകുന്നത്. അടുത്ത 44-ാമത്തെ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരാമർശിക്കുന്നുണ്ട്. അവര് ഖീല ലഹാ ഉദ്ഖുലി സർഹ, കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെട്ടു. ഫലമ്മ റഅതുഹു ഹസിബതഹു ലുജ്ജ വകശഫത അൻ സാഖൈഹ, അതായത് അവര് അത് കണ്ടപ്പോൾ തെളിനീർ തടാകമാണെന്ന് കരുതി തന്റെ കണങ്കാലിൽ പുടവ പൊക്കി പിടിച്ചു. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, ഖാല ഇന്നഹു സർഹുൻ മുമർറദുൻ മിൻ ഖവാരീർ, അത് തിളങ്ങുന്ന സ്ഫടിക മണ്ഡപമാണ്, അതായത് സ്ഫടികം കൊണ്ടുണ്ടാക്കിയ സംവിധാനമാണ് എന്ന് അവരോട് പറഞ്ഞു. അപ്പോഴാണ് ഖാലത്ത് റബ്ബി ഇന്നി വലംതു നഫ്സി വ അസ്ലംതു മഅ സുലൈമാൻ ലില്ലാഹി റബ്ബിൽ ആലമീൻ, അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, എന്റെ റബ്ബേ, ഇന്ന് വരെ ഞാൻ എന്നോട് തന്നെ അധർമ്മം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, ഇന്ന് ഞാൻ സുലൈമാനിന്റെ കൂടെ
സർവലോകനാഥനായ അള്ളാഹുവിന് സ്വയം സമർപ്പിതയാകുന്നു എന്നാണ് അവരുടെ മറുപടി. ഈ മറുപടിയിൽ അതായത് സത്യം തിരിച്ചറിയുകയും, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. അവിടെ അവർ പറയുന്ന മറുപടി സുലൈമാനിന്റെ കൂടെ എന്നുള്ളതാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് തന്നെ വളരെ കത്തയച്ച് വിളിച്ചു വരുത്തിയ സുലൈമാനിന്റെ മുമ്പിലല്ല അവർ കീഴടങ്ങുന്നത്. സുലൈമാനിന്റെ കൂടെ പടച്ച തമ്പുരാനിന് കീഴടങ്ങുന്നു എന്ന രീതിയിലുള്ള ഒരു രീതിയിൽ, അതായത് ഒരേ സമയം തന്നെ ഭൗതികമായി ഉയർച്ചയുള്ള, ആത്മീയമായ ഉയർച്ചയുള്ള ഒരു സമ നിലപാടുള്ള ഒരാളെന്ന നിലയിൽ അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ കീഴടങ്ങുന്നത് എന്ന രീതിയിലാണ് ഇവിടെ ബിൽഖീസ് രാജ്ഞിയുടെ രീതിയെ അള്ളാഹു വിശദീകരിക്കുന്നത്. അതിൽ നിന്ന് വളരെ സുന്ദരമായ ഒരു കൺസെപ്റ്റ് ആണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് തന്നെ വിളിച്ചു വരുത്തിയ ചക്രവർത്തിക്ക് മുമ്പിലല്ല, കാരണം അന്നത്തെ സംവിധാന പ്രകാരം ഭരണാധികാരിയുടെ മുമ്പിൽ കുമ്പിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനേക്കാളും അപ്പുറം അള്ളാഹുവിന്റെ ആ സുലൈമാനോടൊപ്പം, വിളിച്ചു വരുത്തിയ സുലൈമാനോടൊപ്പം അള്ളാഹുവിന്റെ മുമ്പിൽ കീഴടങ്ങുന്ന ഒരു ഇമേജാണ് നമുക്ക് തരുന്നത്. അതിന്റെ കൂടെ തന്നെ വേറെയും ചില ധാരണകൾ ഇതിൽ ഉണ്ടാവേണ്ടത്. അതായത് നേരത്തെ അർഷുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. അർഷുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ അവരെന്താണ് പറയുന്നത്? പെട്ടെന്നൊരു അവരുടെ കാഴ്ചപ്പാടിന്, അവരുടെ കണ്ണുകൾ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലാണല്ലോ ഒരു സിംഹാസനം അവരുടെ മുമ്പിൽ. അതുകൊണ്ടാണല്ലോ അതുപോലെയാണ് ഇത് എന്ന രീതിയിലുള്ള ഒരു വർത്തമാനം പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊരു പാഠം അവരെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ഒരു കാഴ്ചപ്പാട് ചിലപ്പോൾ എന്താവാം, ചിലപ്പോൾ മായയായി മാറാം, ശരിയല്ലാതായി മാറാം. നമ്മുടെ മുമ്പിൽ വ്യക്തമായത് എല്ലാം നമ്മുടെ ശരിയായ ഇതാവണമെന്നില്ല. കാരണം ഇതിൽ കൂടെ അവരെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം, മുമ്പിൽ വെച്ചിരിക്കുന്ന വിഗ്രഹം അതാവണമെന്നില്ല ശരിയായ ദൈവം എന്ന് പറയുന്നൊരു കൺസെപ്റ്റും കൂടെയാണ്. അതുകൊണ്ടും കൂടിയിട്ടാണ് ഇവിടെ ബിൽഖീസ് രാജ്ഞിയുടെ പരാമർശം മക്കൻ സൂറത്തായ നംലിൽ പറഞ്ഞുകൊണ്ട് മക്കക്കാരെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മുമ്പിൽ വെച്ചിരിക്കുന്ന വിഗ്രഹം അത് സത്യമാവണമെന്നില്ല, പകരം നിങ്ങൾ കാണാത്തത് പലതും അബ്സല്യൂട്ട് റിയാലിറ്റികൾ അതിന്റെ അപ്പുറമുണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടി ഇവിടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കൊട്ടാരത്തിന്റെ ആ ഗ്ലാസിന്റെ ഒരു ആശയവും കൂടി പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ആ ഗ്ലാസിന്റെ ഒരു ആശയത്തിൽ പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ വെള്ളമായിട്ട് തോന്നുന്നത് അത് വെള്ളമാവണമെന്നില്ല, അത് ഗ്ലാസ് ആണ്. അതായത് ദൈവം വന്ന് നിങ്ങൾ കരുതുന്നത് പലതും ദൈവമാവണമെന്നില്ല, ദൈവത്തിന്റെ പേരിൽ നിങ്ങൾ ആചരിക്കുന്ന മറ്റു പലതുമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന സത്യമാവണം നിങ്ങൾ മനസ്സിലാവേണ്ടത് എന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ രണ്ട് സംഭവങ്ങളിലൂടെ പഠിപ്പിക്കുകയായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ, കശാഫില് ജമഖ്ശരീനെ പോലുള്ള പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് പറയുന്നത്. അത്രത്തോളം ആ ഒരു കാര്യത്തിൽ ഡീപ്പായി ആഴത്തിലുള്ള ഒരു ഫിലോസഫിക്കൽ ടച്ചും കൂടി നമുക്കിവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിയ സ്ത്രീ, അതായത് ആ തരത്തിലുള്ള ഒരു ആശയം മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സ്ത്രീ എന്ന രീതിയിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ബിൽഖീസ് രാജ്ഞിയെ ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ചില പണ്ഡിതന്മാർ അതിനെ ഫറോവയെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. ഫറോവയുടെ മുമ്പിൽ, ഫിറോന്റെ മുമ്പിൽ മൂസാ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ ഇതേപോലെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് സിഹ്ർ മുബീൻ, ഒരു മായാജാലം മാത്രമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ, എന്നാൽ അതേ സമയം തന്നെ ഇവിടെ സത്യം അറിഞ്ഞ ഒരാൾ എന്ന നിലയിൽ പെട്ടെന്ന് തന്നെ ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു ഇമേജ് കാണിക്കുന്നു. ഫിറോന്റെ മുമ്പിൽ സത്യം മനസ്സിലാക്കിയ മജീഷ്യന്മാർ ഇസ്ലാം സ്വീകരിക്കുന്നത് പോലെ ഇവിടെയും ആ തന്റെ തെറ്റുകൾ തിരുത്തുന്ന ഒരാളെന്ന നിലയിൽ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നി ലൊലംതു നഫ്സി എന്ന് പറയുന്നത്. ഞാൻ അക്രമം കാണിച്ചു, ഞാൻ ക്രമം തെറ്റിച്ചു എന്നുള്ളതാണ്. ഇത് ഒരു പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്ന ക്രമത്തെ തെറ്റിച്ചുകൊണ്ട് ആരാധിച്ചു പോന്ന ഞാൻ അതിൽ നിന്ന് പിന്മാറുകയും അസ്ലംതു മാ സുലൈമാൻ ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് മറുപടി കൊടുക്കുകയും ചെയ്യുന്ന ഒരാളായി നമുക്ക് ഇവിടെ ബിൽഖീസ് രാജ്ഞിയെ നമുക്ക് കാണുവാൻ പറ്റും. ഇതിന്റെ ഒരു സമ്മറി ഇങ്ങനെയാണ്. അതായത് അവരുടെ ഒരു ഗവർണൻസ്, അവര് യുദ്ധത്തിന് തയ്യാറാവാതെ ആൾക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാവുന്ന, അവിടെ വളരെ ഡെമോക്രാറ്റിക്കായി ജനങ്ങളുടെ താല്പര്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ താല്പര്യം പരീക്ഷിക്കാൻ വേണ്ടി സമ്മാനം അയച്ചു കൊടുക്കുന്ന, അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് അറിയുന്നത്, അതായത് സമ്പത്തിന്റെ മേൽ കൊതി ആർത്തിയുള്ള രാജാവാണോ എന്ന് അന്വേഷിക്കുന്ന ഒരാളെന്ന നിലയിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു സമ്മാനം കൊടുത്തയക്കുന്നത് പോലും അവരുടെ ഒരു അനലിറ്റിക്കൽ, ഒരു വിശകലന പാടവത്തെ തെളിയിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഒരു സ്പിരിച്വൽ ഏജൻസി അവർക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുലൈമാൻ നബി മുന്നോട്ട് വെച്ച സിംഹാസനത്തിന്റെയും അതുപോലെ തന്നെ ആ ഗ്ലാസിന്റെയും പരീക്ഷണത്തെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന
ഒരു രാജാവിനെ കീഴ്വണങ്ങുന്നതിന് പകരം പടച്ചവന് കീഴ്വണങ്ങുന്ന ഒരാളെന്ന നിലയിലും നമുക്ക് ഇതിലൂടെ കാണാം. അതിന്റെ കൂടെ വേറെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഒരിക്കലും ഈ ഒരു ഭാഗത്ത് ജെൻഡേർഡായ ലിംഗപരമായ ഒരു വേർതിരിവും ഇവിടെ കാണിക്കുന്നില്ല. എല്ലാം ലഭിച്ച സൗഭാഗ്യവതിയായ ഒരു ഭരണകർത്താവ് എന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചിത്രീകരിക്കുന്നത്. അവരുടെ കുഴപ്പം എന്ന് പറയുന്നത് ഷിർക്കാണ്, സൂര്യാരാധന എന്ന രീതിയിലാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇന്റലക്ച്വൽ ഒരു ഏജൻസിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിശദീകരിച്ച് പറയുന്നതായും നമുക്ക് കാണാം. ഇത് ഇങ്ങനെ ആയിരിക്കെ തന്നെ വേറെ ചില പ്രത്യേകതകളും കൂടിയിട്ടുണ്ട്. അതായത് ഈ ഖുർത്തുബി അതുപോലെ തന്നെ ഇബ്നു കസീർ പോലെ ആൾക്കാർ ഇസ്രായേലി കഥകളെ ചേർത്തുകൊണ്ട് അവരുടെ മറ്റു ചില ഇമേജും കൂടി അവരുടെ തഫ്സീർ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇബ്നു കസീർ കുറച്ചും കൂടി ഈ പറയുന്ന കഥകളൊക്കെയും വിശദീകരിക്കുകയാണെങ്കിൽ പോലും ഇതൊന്നും ശരിയാതല്ല, ഇതൊക്കെ വീക്കാണെന്ന് പറയുന്നുണ്ട് കഥകൾ. എന്നാൽ പോലും ആ ഒരു അന്നത്തെ ഒരു ചരിത്രപരമായ സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീറിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ഈ ഖുർത്തുബി ആ തരത്തിലുള്ള ചർച്ചകൾ പറയുന്നില്ല. ഇത്രത്തോളം എന്നാൽ ഈ ബിൽഖീസിന്റെ മാതാവ് ഒരു ജിന്നാണെന്നും ആ ജിന്നിനെ വിവാഹം കഴിച്ച ബിൽഖീസിന്റെ വാപ്പ അതിൽ നിന്നുണ്ടായതാണ് ബിൽഖീസ് എന്നും എന്നൊക്കെ പറയുന്ന ചില കഥകൾ പോലും നമുക്ക് തഫ്സീറുകൾ ഇപ്പോഴുണ്ട്. കാരണം അതൊക്കെ ഇസ്രായേലി കഥകളാണ്. ഖുർആനിൽ അവരെ മലിക്കത്ത് സവായിബ് എന്ന രീതിയിലാണ് പരാമർശിക്കുന്നത്. അല്ലാതെ ബിൽഖീസ് എന്നുള്ള പേരില്ല. നമ്മൾ ഈ പറയുന്ന മുസ്ലിം ചരിത്രകാരന്മാരുടെ രചനയിലാണ് ബിൽഖീസ് എന്നുള്ള ഒരു പേരുള്ളത്. അതുപോലെ തന്നെ എല്ലാ ഷൂറകളൊക്കെ സംസാരിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ്. പക്ഷെ എന്നാൽ ഈ ഇസ്ലാമിക ചരിത്രം എന്ന് പറഞ്ഞ പേരുള്ള തഫ്സീറുകളിൽ ഇവരെ ചിത്രീകരിക്കുന്നത് മുൻ ഭരണാധികാരിയെ വധിച്ചുകൊണ്ട്, അവിടെ ഉണ്ടായിരുന്ന ഒരു അതിക്രമിയായ ഒരു ആണായ ഭരണാധികാരിയെ വധിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുത്ത സ്ത്രീ എന്ന നിലയിലാണ് കഥകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഈ ഖുർആനിൽ വളരെ അവരുടെ ഒരു ഈ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളെ അതിന്റെ ഫിലോസഫി മനസ്സിലാക്കിക്കൊണ്ട് സത്യം തിരിച്ചറിഞ്ഞ ഒരാളെന്ന നിലയിലാണ്. പക്ഷെ കഥകളിൽ വേറൊരു രസകരമായ സംഭവം ഉള്ളത്, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ആരോ പറഞ്ഞത്രേ ഇവരുടെ ഒരു കാലിൽ ഇങ്ങനെ കഴുതകളെ പോലെ രോമങ്ങൾ ഉണ്ടെന്നും അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഗ്ലാസ് അവിടെ ഫിറ്റ് ചെയ്തെന്നൊക്കെ പറയുന്ന ചില കഥകൾ നമുക്ക് തഫ്സീറുകൾ കാണാം. പക്ഷെ അത് ഖുർആൻ വിശദീകരിക്കുന്നില്ല. അത്രത്തോളം ശരിയാവണമെന്നില്ല. കാരണം ഇസ്രായേലി കഥകളിൽ നിന്നുള്ള കടമെടുപ്പാണ്. ഖുർആൻ വളരെ ഇൻഡിപെൻഡന്റ് ആയ അള്ളാഹുൽ വിശ്വസിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. അവിടെ അവരുടെ ഒരു ഭരണത്തിന്റെ പിന്നീടുള്ള കഥയെക്കുറിച്ചൊന്നും ഖുർആൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഈ ഇസ്രായേലി കഥകളിൽ നമ്മൾ തഫ്സീറുകൾ കാണാൻ കഴിയുന്ന ഇസ്രായേലി കഥകൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അവരെ വിവാഹം കഴിച്ചു എന്നും, അല്ലെങ്കിൽ വേറെ ചില കഥകൾ അദ്ദേഹം സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഹംദാൻ ഭാഗത്തുള്ള രാജാവിന് ഇവരെ വിവാഹം കഴിച്ചു കൊടുത്തു എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ. ഞാനിത് പറയാൻ കാരണം അങ്ങനെയും കൂടി ചില വിശദീകരണങ്ങൾ തഫ്സീറുകളിൽ കാണാം. അതെല്ലാം വിശ്വസിക്കേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ബൈബിളിന്റെ ചില പരാമർശങ്ങളും കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ബൈബിളിൽ ഇതേപോലെ തന്നെ രാജാക്കന്മാർ 1 അതുപോലെ തന്നെ ക്രോണിക്കിൾസ് എന്ന് പറയുന്ന ഭാഗത്തും ഇവരുടെ ചില വിശദീകരണങ്ങളുണ്ട്. ബൈബിളിലും ഖുർആനിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ അവരുടെ ഒരു ഷിർക്കൻ ആരാധനാ രീതികളെ കണ്ടറിഞ്ഞുകൊണ്ട് ദഅവത്ത് നടത്തുന്ന സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ പരാമർശമാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ചിട്ടാണ്. ഇവർ അങ്ങനെയുള്ള ഒരു ബന്ധമൊന്നും ഒരു കറസ്പോണ്ടൻസും നമുക്ക് കാണുവാൻ കഴിയില്ല. ഇവർ നേരെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടെത്തി വരുന്ന ഒരു രീതി എന്ന നിലയിലാണ് ബൈബിളിലുള്ള പരാമർശം ഉണ്ടാവുന്നത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ആ പ്രഭാവത്തെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സത്യം അറിയാൻ വരുന്ന ഒരാളെന്ന നിലയിലും ഒരു ഡിപ്ലോമസിയുടെ ബന്ധം എന്ന നിലയിലൊക്കെയാണ് ബൈബിളിൽ ഈ ഒരു പരാമർശം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനുവേണ്ടി വളരെ വിശദമായി തന്നെ വിശദീകരണം പറയുന്നുണ്ട് ഇതില്. ആ ഭാഗങ്ങളിലെ കിങ്സ് എന്ന് പറയുന്ന രാജാക്കന്മാർ എന്ന ചാപ്റ്ററിൽ അവിടെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ഒരുപാട് അദ്ദേഹം അവർ കണ്ട കാര്യങ്ങളെയൊക്കെ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പരാമർശിക്കുന്നത്. അതായത് കൊട്ടാരത്തിന്റെ ആർക്കിടെക്ചർ, അദ്ദേഹത്തിന്റെ ഭക്ഷണം, സീറ്റ് അറേഞ്ച്മെന്റ്, കപ്പ് പിടിച്ചുകൊണ്ട് നടക്കുന്ന സെർവൻസുകള്, അതുപോലെ തന്നെ ഈ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ കണ്ട് അത്ഭുതപ്പെടുന്ന ഒരു സ്ത്രീ ആയിട്ട് ബൈബിളിൽ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ സമ്മാനങ്ങൾ എങ്ങനെ കൊടുക്കുകയും പിന്നെ തിരിച്ചു പോകുന്ന ഒരാളായിട്ടാണ്. അതുപോലെ തന്നെ പുതിയ നിയമത്തില് യേശു ക്രിസ്തു അവരെ കിഴക്കിലെ രാജ്ഞി എന്ന് പറയുന്ന ഒരു പരാമർശം നടത്തുന്നതായി മാത്യുവിലും ലൂക്കിലും 2 ചാപ്റ്ററുകൾ നമുക്ക് അങ്ങനെ കാണാം. അത് മാത്രമല്ല, വേറൊരു പിൽക്കാലത്ത് വന്ന ഈ യഹൂദ കഥകളുടെ ചില റിപ്പോർട്ടുകളില് മറ്റൊരു തരത്തിലുള്ള വിശദീകരണവും കൂടിയിട്ടുണ്ട്. അതായത് ഇവർ ആഫ്രിക്കൻ ഭാഗത്ത് മറ്റൊരു കഥകളുണ്ടായിരുന്നു. കേബ്ര നഗാഷ്ത് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. എത്യോപ്യയിലെ
അവിടെ ഒരു ക്യൂൻ മക്കേദ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. അവരുടെ ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമും ഇവരും തമ്മിലുള്ള കുഞ്ഞിന്റെ ഭാഗമായി അവരിൽ ഉണ്ടായതാണ് ഈ മെനലിക്ക് എന്ന് പറയുന്ന ഒരു കുട്ടി. ആ കുട്ടിയാണ് എത്യോപ്യയിലെ ആദ്യത്തെ ചക്രവർത്തിയെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ക്യൂൻ മക്കദ എന്ന് പറയുന്നത് ഈ സ്ത്രീയാണെന്നും അതുപോലെ തന്നെ അതിൽ സുലൈമാൻ നബിക്ക് ഉണ്ടായ കുട്ടിയാണ് മെനലിക്ക് ഒന്നാമനെന്നും എത്യോപ്യയുടെ ഒന്നാമത്തെ ചക്രവർത്തിയായിട്ടാണ് അത് ഇവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ എത്യോപ്യൻ എന്ന് വെച്ചാൽ അബസീനിയ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സബഇന്റെ അധീന പ്രദേശത്തിലുള്ള ഭാഗമാണ് അബസീനിയയും. അപ്പോൾ അവരുടെ ഒരു സങ്കല്പ ഫലമായി ഈ മെനലിക്ക് പിന്നീട് വളർന്നു വലുതാവുകയും ഈ പറയുന്ന ഫലസ്തീൻ ഭാഗത്തേക്കുള്ള ഒരു ബന്ധം അവര് കാത്തു സൂക്ഷിക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള ഒരു വായനകൾ നമുക്ക് കാണാം. എന്നുവെച്ചാൽ അങ്ങനെ ഒരു വിവാഹം നടത്തിയെന്നും എത്യോപ്യയുടെ ഒരു സാമ്രാജ്യത്വം രൂപപ്പെടുന്നതിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെയും സബയിലെ രാജ്ഞിയും തമ്മിലുള്ള ഒരു ബന്ധം കാരണമായിട്ടെന്ന് പറയുന്ന ഒരു കഥകൾ നമുക്ക് ചരിത്രത്തിൽ അങ്ങനെ ഒരു ഓറൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് പൊതുവായിട്ട് അവർ തമ്മിലുള്ള ഒരു വ്യത്യാസമുള്ളത്. ബൈബിളിൽ ഖുർആൻ വ്യത്യാസം വരുന്നത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ബൈബിൾ കാഴ്ചപ്പാട് പ്രകാരം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ വിവേകം മനസ്സിലാക്കേണ്ടി അങ്ങോട്ട് വരുന്ന ഒരാളെന്ന നിലയിൽ ഖുർആൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അവരുടെ ഒരു ഷിർക്ക് മനസ്സിലാക്കിക്കൊണ്ട് കത്തയച്ച് വിളിച്ചു വരുത്തുന്ന ഒരാളെന്ന നിലയിലും, അതുപോലെ തന്നെ ഇവിടെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും പ്രകീർത്തിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ പോലും പ്രത്യേകിച്ചും മതമാറ്റം ഒന്നും അവിടെ പരാമർശിക്കുന്നില്ല. പക്ഷെ ഖുർആനിൽ അവരുടെ ഇസ്ലാമിലേക്കുള്ള ഒരു വരവിനെ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. ബൈബിളിൽ അവരുടെ ഒരു ചരിത്രം, അവരുടെ ട്രേഡ്, ആർക്കിടെക്ചർ, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ പോലുള്ള വർത്തമാനങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് ബൈബിൾ പരാമർശിക്കുന്നത്. എന്നാൽ ഖുർആനിൽ ഈ മറ്റ് അഭൗതികമായ കാര്യങ്ങളെ കുറിച്ചും ഈ പറയുന്ന ആ ഒരു സിംഹാസനത്തെ കുറിച്ചും അതുപോലെ തന്നെ ഗ്ലാസിന്റെ കൊട്ടാരത്തെ കുറിച്ചുമുള്ള വർത്തമാനങ്ങൾ കാണാം. അപ്പൊ ഈ ഒരു വേർതിരിവ് നമുക്ക് ബൈബിളിലും അവിടെയും കാണാം. ഈ തരത്തിലാണ് പരിശുദ്ധ ഖുർആൻ സഭയിലെ ബിൽഖീസ് രാജ്ഞിയെ പരാമർശിക്കുന്നത്. അതായത് വളരെ സെൽഫ് ഏജൻസി ഉള്ള, പൊളിറ്റിക്കൽ അതോറിറ്റി ഉള്ള, ഡെമോക്രാറ്റിക് ആയ, എന്നാൽ സത്യം കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞപ്പോൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായ, എന്നാൽ അത് രാജാവിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുന്നതിനേക്കാളും അപ്പുറം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്യുന്ന ഒരു സെൽഫ് ഏജൻസി ഉള്ള ഒരു അക്കൗണ്ടബിൾ ആയ ഒരാളെന്ന നിലയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബിൽഖീസ് രാജ്ഞിയെ പരിചയപ്പെടുത്തുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. താങ്ക് യു.